രൗദ്രതാണ്ഡവമാടി ഒഴുകുകയാണ് ബാവലിപ്പുഴ. ബാവലിപ്പുഴയ്ക്ക് അക്കരെയുള്ള അക്കരെ കൊട്ടിയൂരിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. 28 ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ ഉത്സവം അതിപ്രസിദ്ധമാണ്. വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുക. വൈശാഖ മഹോത്സവത്തിന്റെ ഭക്തിയിലായിരിക്കും ഈ 28 നാളുകളിലും ഈ പ്രദേശം. ദക്ഷയാഗം എന്ന പൗരാണിക കഥയുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് അക്കരെ കൊട്ടിയൂരിന്റെയും ചരിത്രം പറയുന്നത്. തന്റെ സമ്മതമില്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയെയും പരമശിവനെയും അപമാനിക്കാനായി താൻ നടത്തിയ യാഗത്തിൽ ദക്ഷൻ ക്ഷണിക്കാൻ കൂട്ടാക്കിയില്ല. പിതാവിനോടുള്ള അമിത സ്നേഹം മൂലം സതീദേവി പരമശിവന്റെ വാക്കു കേൾക്കാതെ യാഗത്തിൽ പങ്കെടുക്കാൻ യാത്രയായി. പക്ഷേ യാഗത്തിനിടെ പരമശിവനെ അപമാനിക്കുകയാണ് ദക്ഷൻ ചെയ്തത്. ഇതിൽ മനംനൊന്ത് യാഗാഗ്നിയിൽ സതീദേവി ജീവനൊടുക്കി. ഇതറിഞ്ഞ പരമശിവൻ കോപിഷ്ഠനായി തന്റെ ജട പിഴുതെടുത്ത് നിലത്തെറിഞ്ഞു. അതിൽ നിന്നും രൂപം കൊണ്ട വീരഭദ്രൻ ഉഗ്രരൂപിയായി യാഗഭൂമി തകർത്ത് ദക്ഷന്റെ ശിരസറുത്തു. ബ്രഹ്മപുത്രനായ ദക്ഷനെ പിന്നീട് ബ്രഹ്മവിഷ്ണു അപേക്ഷ മാനിച്ച് ഭഗവാൻ പരമശിവൻ പുനർജീവിച്ചു. പിന്നീട് യാഗം മുടങ്ങിയ ഇവിടെ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു. ശിവസാന്നിധ്യം കണ്ട് ഇവിടെ ആരാധിച്ചു പോന്നത്രേ. ഒരിക്കൽ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട യാഗസ്ഥലം പിന്നീട് വനാന്തരങ്ങൾക്കിടയിൽ ആരുമറിയാതെ അവശേഷിച്ചു. കാലം കടന്നുപോയി. ഒരിക്കൽ കുറിച്യർ മാനിനെ വേട്ടയാടുമ്പോൾ അമ്പിന് മൂർച്ച കൂട്ടിയ കല്ലിൽ നിന്ന് രക്തം വരാൻ ആരംഭിച്ചു. വളരെയധികം ഭയത്തോടെ അവർ പടിഞ്ഞീറ്റ ഇല്ലത്തെ നമ്പൂതിരി വിവരമറിയിച്ചു. അദ്ദേഹം താന്ത്രിക വിദ്യകളിൽ അഗ്രഗണ്യനായിരുന്നത്രേ. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തോടൊപ്പം അന്നത്തെ പ്രശസ്തമായ 4 കുടുംബങ്ങളും ആ കല്ല് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് യാത്രയായി. രക്തം പൊടിയുന്ന കല്ല് കണ്ട് അവർ അമ്പരന്നു. വെള്ളവും നെയ്യും പാലും അഭിഷേകം നടത്തിയും രക്തം പൊടിയുന്നത് ശമിച്ചില്ല. ഒടുവിൽ ഇളനീർ അഭിഷേകം ചെയ്തപ്പോഴാണ് രക്തസ്രാവം നിന്നത്. ആ കല്ല് സ്വയംഭുലിംഗമാണെന്ന് അവർ മനസ്സിലാക്കി. നമ്മൾ ഇപ്പോൾ കാണുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ശങ്കരാചാര്യരാണ് തുടക്കം കുറിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്നൊരിടമാണ് കൊട്ടിയൂർ. അത്രമേൽ മനോഹരമാണ് ഈ ക്ഷേത്രം.